പഴയ നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഇന്നലെ അമിത്ഷാ ലോക്സഭയിൽ പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചു. ആ പുതിയ ബില്ല് അവതരിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട്. വളരെ കാലമായി ഹൈന്ദവ സംഘടനകളും ഒപ്പം ചില ക്രിസ്തീയ സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുന്ന ഒന്ന് ലവ് ജിഹാദ് നിരോധിക്കണമെന്നുള്ളതാണ്. ലവ് ജിഹാദ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിലില്ല, ഇന്ത്യൻ പീനൽ കോഡിലില്ല. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകൾ നമ്മൾ ഔദ്യോഗികമായി പറയാറുമില്ല. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്ക് തടയിട്ടുകൊണ്ടാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. ഈ നിയമം അനുസരിച്ച് വ്യാജ വാഗ്ദാനം, ഇപ്പം നമുക്കറിയാം കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും സ്വന്തം പേരും ഐഡൻറ്റിറ്റിയും ഒക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ വശീകരിച്ചെടുക്കുകയും പിന്നീട് മതം മാറ്റുകയും ഇല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനെ ആത്യന്തികമായി തന്നെ തടയിട്ടുകൊണ്ടാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുക, സ്ത്രീകളെ ചൂഷണം ചെയ്യാനായിട്ട് തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കുക, മറ്റ് വാഗ്ദാനങ്ങൾ നൽകുക, പ്രലോഭനങ്ങൾ നൽകുക, ജോലി നൽകുക, പ്രതിബദ്ധത വരുത്തി വെക്കുക, അതായത് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും പിരിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ കുടുക്കുണ്ടാക്കുക, അതാണ് പ്രതിബദ്ധത വരുത്തി വെക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇത്തരത്തിൽ ഈ സ്ത്രീയെ ലൈംഗികപരമായി ചൂഷണം ചെയ്താൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് എങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. അതിന് മുകളിലുള്ള കുട്ടികളാണ് എങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്ത്രീകളാണ് എങ്കിൽ 20 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ FIR ഫയൽ ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ 24 മണിക്കൂറിനകം ഇത്തരം കേസുകൾ വന്നാൽ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യണം. 180 ദിവസത്തിനകം അന്വേഷണം പൂർത്തീകരിക്കുകയും വേണം. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് ഈ ലൈംഗികപരമായ ചൂഷണത്തിനും മറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. അതിന് ഒരാഴ്ചക്കുള്ളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. ഏതായാലും ഭാരതീയ ന്യായ 2 സംഹിത ബില്ല്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബില്ല്, ഭാരതീയ സാക്ഷ്യ സംഹിത ബില്ല്, ഇങ്ങനെ 3 ബില്ലുകൾ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന കടുകട്ടിയുള്ള നിയമം തന്നെയാണ്. ഈ നിയമത്തിൻ്റെ പരിധിയിൽ ലവ് ജിഹാദിനെ പൂർണ്ണമായി തന്നെ തടയിടാൻ കഴിയും. ലവ് ജിഹാദ് എന്നൊരു വാക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു വാക്ക് ഉപയോഗിക്കാത്തത്. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലവ് ജിഹാദിന് കൂടി ബാധകമാകുന്ന ഒന്നാണ്. അതായത് ഈ ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ അടക്കം പലപ്പോഴും ഹൈന്ദവ പേരുകളിലൊക്കെ മറ്റും വന്ന് പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ട് വിവാഹം കഴിക്കുകയും പിന്നീട് മതം മാറ്റുകയും സിറിയയിൽ ഉൾപ്പെടെ കടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. ഒപ്പം തന്നെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകുക, ഒപ്പം പ്രതിബദ്ധത ഉണ്ടാക്കി വെക്കുക, അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ച് ആ കുട്ടിയെ കുടുക്കിൽപ്പെടുത്തി മതം മാറ്റിയെടുക്കുക, ഇതിനൊക്കെ ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ചൂഷണം ചെയ്യും. ഇതിനെല്ലാം തടയിടുന്നതാണ് പുതിയ നിയമം. ശിക്ഷാവിധി എന്ന് കേട്ടാലോ ഭയങ്കരം തന്നെ എന്ന് പറയേണ്ടി വരും. 18 വയസ്സിൽ താഴെയാണെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റം, 20 വയസ്സിന് മുകളിലാണ് എങ്കിൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.